നല്ലോരുഷസ്സിൻ നന്മയോർത്ത് നന്ദിയാൽ പാടിടുന്നു. നാഥനെ നന്ദിയാൽ പാടിടുന്നു. അവൻ്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിപ്പീൻ. യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. ഈ ദിവസത്തിൽ ദൈവത്തിൽ പ്രശംസിക്കുവാനും ദൈവത്തെ അന്വേഷിക്കുന്നവർ എന്നുള്ള നിലയിൽ നമ്മളുടെ ഹൃദയം സന്തോഷിക്കുവാനും ഇടവരട്ടെ. കർത്താവിനെ അനുഗമിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ കർത്താവ് പറയുന്ന ചില വ്യവസ്ഥകളാണ് മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 34-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. പിന്നെ അവൻ പുരുഷാരത്തെയും തൻ്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ച് അവരോട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. കർത്താവിനെ അനുഗമിക്കുക എന്നുള്ളത് ഒരു പ്രധാനമായ വിഷയമാണ്. ഒരു വ്യക്തിയെ അനുഗമിക്കണമെങ്കിൽ ആ വ്യക്തിക്ക് അതിനുള്ളതായിരിക്കുന്ന യോഗ്യത ഉണ്ടായിരിക്കണം. ഈ ലോകത്തിൽ അനുഗമിപ്പാൻ കൊള്ളാകുന്ന മാതൃകാ പുരുഷന്മാർ വളരെ ചുരുക്കമാണ്. എന്നാൽ എല്ലാ നിലകളിലും അനുഗമിപ്പാൻ യോഗ്യതയുള്ള വ്യക്തിയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനെങ്കിലും നമ്മുടെ കർത്താവ് നമുക്ക് നല്ലൊരു മാതൃക വെച്ചിട്ട് പോയിരിക്കുകയാണ്. അവൻ്റെ കാൽച്ചൂടുകളെ പിന്തുടരുവാൻ തൻ്റെ ഐഹിക ശുശ്രൂഷാ വേളയിൽ കർത്താവ് തന്നെ ചിലരോട് ആവശ്യപ്പെടുകയുണ്ടായി, എന്നെ അനുഗമിക്കുക എന്ന്. ചിലർ കർത്താവിനെ അനുഗമിക്കുവാൻ തീരുമാനിച്ചു, പക്ഷേ ഇടയ്ക്ക് വെച്ചവർ പിന്മാറിപ്പോയതായി നമുക്ക് കാണുവാൻ കഴിയും. യേശു കർത്താവിനെ അനുഗമിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ അന്ത്യം വരെയും വിശ്വസ്തയോടുകൂടെ നിന്ന ശിഷ്യന്മാരെയും നമുക്ക് കാണുവാൻ കഴിയും. ഒരു യഥാർത്ഥ ശിഷ്യനായിരിക്കുക എന്നുള്ളതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ നിലയിൽ കർത്താവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർ എങ്ങനെയുള്ളവരായിരിക്കണം എന്ന് തിരുവെഴുത്ത് നമ്മെ വ്യക്തമായി ഓർപ്പിക്കുന്നുണ്ട്. ഒന്നാമത്, അവർ സ്വയം തീരുമാനിച്ച് കർത്താവിനെ പിൻപറ്റേണ്ടവരാണ്. പരപ്രേരണയാലോ നിർബന്ധത്താലോ ആരും കർത്താവിനെ അനുഗമിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെ ആരെങ്കിലും അനുഗമിച്ചാൽ അവർ ഇടയ്ക്ക് വെച്ച് പിന്മാറിപ്പോകേണ്ടതായിട്ട് വരും. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്നുള്ള വാക്യം അങ്ങനെയുള്ളവരെ കുറിച്ചുള്ളതാണ്. എന്നാൽ യഥാർത്ഥമായ തീരുമാനം ദൈവസന്നിധിയിൽ എടുത്തുകൊണ്ട് സ്വയം തീരുമാനിക്കുകയാണ്, എനിക്ക് എൻ്റെ കർത്താവിനെ പിൻപറ്റണം, ആ കർത്താവിനെ അനുഗമിക്കണം, ആ കർത്താവിനെ സേവിക്കണം. അനുഗമിപ്പാൻ കൊള്ളാകുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. സ്നേഹത്തിൻ്റെ മാതൃക, വിനയത്തിൻ്റെ മാതൃക, സൗമ്യതയുടെ മാതൃക, വിശുദ്ധിയുടെ മാതൃക, ദയയുടെയും കരുണയുടെയും താഴ്മയുടെയും നല്ല മാതൃക നമുക്ക് കർത്താവിൽ മാത്രമേ കാണുവാൻ കഴിയുള്ളൂ. ആ നിലയിൽ കർത്താവ് അനുഗമിപ്പാൻ കൊള്ളാകുന്ന വ്യക്തിയാണ്. സ്വയം തീരുമാനിച്ച് കർത്താവിനെ അനുഗമിക്കുക. രണ്ടാമത്, സ്വയം ത്യജിക്കേണ്ടത് ആവശ്യമാണ്. തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് അനുഗമിക്കുക. മാർക്കോസിൻ്റെ സുവിശേഷത്തിലും അതുപോലെ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിലും ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തൻ്റെ അപ്പനെയോ അമ്മയെയോ തൻ്റെ മകനെയോ മകളെയോ പ്രിയപ്പെടുക എന്നുള്ളതല്ല. അപ്പനേക്കാളധികം, അമ്മയേക്കാളധികം, മക്കളെക്കാളധികം, നിലം വകകളേക്കാളധികം, ഭൗതികമായിട്ടുള്ള മറ്റു കാര്യങ്ങളെക്കാൾ അധികമായിട്ട് കർത്താവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് കർത്താവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയുടെ യോഗ്യത. സ്വയം തീരുമാനത്തോടുകൂടെ സ്വയം ത്യജിച്ചുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുക. കർത്താവിനോട് ഇപ്രകാരം ഒരാൾ പറയുകയുണ്ടായി, കർത്താവേ ഗുരു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. എന്നാൽ കർത്താവ് പറഞ്ഞു, ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുണ്ട്, കുറുനരികൾക്ക് കുഴികളുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാൻ ഇടമില്ല. അവൻ കർത്താവിനെ അനുഗമിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. മറ്റൊരാൾ കർത്താവിനോട് പറയുന്നു, ഞാൻ എൻ്റെ വീട്ടിലുള്ളവരോട് അനുവാദം ചോദിച്ചിട്ട് പിന്നെ വന്ന് അങ്ങേ അനുഗമിക്കാം. മറ്റൊരാൾ പറയുന്നത്, എൻ്റെ അപ്പനെ കുഴിച്ചിട്ടിട്ട് വന്ന് ഞാൻ നിന്നെ അനുഗമിക്കാം. ഈ 3 വ്യക്തികൾക്കും കർത്താവിനെ പിൻപറ്റുവാൻ കഴിഞ്ഞില്ല, കർത്താവിനെ അനുഗമിക്കുവാൻ കഴിഞ്ഞില്ല. പല വിധത്തിലുള്ള പ്രതിസന്ധികൾ, സ്വയം ത്യജിക്കുവാൻ കഴിയാത്തതായ അവസ്ഥകൾ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അവർ കർത്താവിനേക്കാൾ ഉപരി തങ്ങളുടെ
മാതാപിതാക്കളെ, തങ്ങളുടെ വസ്തുവകളെ, തങ്ങളുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ സ്നേഹിച്ചത് കൊണ്ടാണ് അവർക്ക് കർത്താവിനെ പിൻപറ്റുവാൻ കഴിയാതെ പോയത്. നാം കർത്താവിനെ പിൻപറ്റുന്നുവെങ്കിൽ, കർത്താവിനെ അനുഗമിക്കുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ ത്യജിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഒരുപക്ഷേ സ്വന്തം ജീവനെയും കൂടെ ത്യജിക്കുന്നവർക്ക് മാത്രമേ കർത്താവിനെ പിൻപറ്റുവാൻ കഴിയുള്ളൂ. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിനെ പിൻപറ്റുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അനേകർക്ക് സ്വന്തം ജീവൻ തന്നെയും ബലി കഴിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോസ്തലന്മാർ, യോഹന്നാൻ അപ്പോസ്തലനൊഴികെ ബാക്കിയുള്ളവരെല്ലാവരും അസ്വാഭാവികമായ മരണം അഥവാ രക്തസാക്ഷിത്വത്തിന് വിധേയപ്പെട്ടവരാണ്. പ്രിയരെ, നാം മനസ്സിലാക്കണം, കർത്താവിനെ അനുഗമിക്കുവാൻ ഒരു വ്യക്തി തീരുമാനിച്ചാൽ അത് സ്വയമുള്ള തീരുമാനമായിരിക്കണം, അത് ശക്തമായ തീരുമാനമായിരിക്കണം, തന്നെത്താൻ ത്യജിച്ചുകൊണ്ടുള്ള തീരുമാനമായിരിക്കണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവൻ തൻ്റെ ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിക്കേണ്ടത് ആവശ്യമാണ്. നാം കർത്താവിനെ പിൻപറ്റുമ്പോൾ ഒരുപക്ഷേ ചില കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നു. നാം അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടങ്ങളാകുന്ന ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിക്കുക. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുക എത്രയേ വേണ്ടത്. പ്രിയരെ, അനേകർ കർത്താവിനെ പിൻപറ്റുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ എത്രയോ കഷ്ടങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, വേദനകളിലൂടെ, അപമാനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ക്രൂശിക്കപ്പെട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അനേകർ പന്തങ്ങളായി റോമൻ കൊളോസ്യങ്ങളിലും മറ്റും എരിയപ്പെട്ടിട്ടുണ്ട്. അനേകർ ദുഷ്ടമൃഗങ്ങൾക്കിരയായി തീർന്നിട്ടുണ്ട്. പലവിധമായ കഷ്ടങ്ങളിലൂടെ, പീഡനങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള കർത്താവിൻ്റെ ദാസിദാസന്മാർ അനേകരാണ്. നമുക്കും കർത്താവിനെ പിൻപറ്റുവാൻ നമ്മെ തന്നെ ത്യജിച്ച് ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നവരായിരിക്കാം. കർത്താവ് നമ്മെ അതിനായി സഹായിക്കട്ടെ. നാം കർത്താവിനെ അനുഗമിക്കുന്നത് നിമിത്തം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടങ്ങളോ, നഷ്ടങ്ങളോ, പ്രയാസങ്ങളോ അനുഭവിച്ചുകൊണ്ട് കർത്താവിനെ വിശ്വസ്തയോടുകൂടെ പിന്മാറാതെ പിൻഗമിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നുള്ള വചനപ്രകാരം ഞങ്ങൾ കർത്താവിനെ വാസ്തവമായി അനുഗമിപ്പാനും യഥാർത്ഥ ശിഷ്യന്മാരായിരിക്കാനും അവിടെ നിങ്ങൾക്ക് കൃപ ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ, ആമേൻ. നിത്യം